പണ്ടുള്ള നമ്മുടെ സന്യാസി വര്യന്മാര് എന്തുകൊണ്ടാണ് മരത്തിന്റെ തൊലി ഡ്രസ്സായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് അറിയാവോ? കാരണം നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ഇതുപോലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാതെ, അന്ന് ഇത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇല്ലെങ്കിൽ കൂടി ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാതെ അവർ മരത്തിന്റെ തൊലി ഉപയോഗിക്കാനുള്ള വ്യക്തമായൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതേക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാലോ? ശരിക്കും അതിനൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പണ്ടുള്ള സന്യാസി വര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹജീവികളോട് സ്നേഹവും അതേപോലെ തന്നെ ആരെയും വേദനിപ്പിക്കാതെ എങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു പണ്ടത്തെ നമ്മുടെ സന്യാസി വര്യന്മാർ. അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സാണെങ്കിൽ കൂടി മരവുരി, അതുപോലുള്ള പല ടൈപ്പ് നമ്മുടെ ഇത്തിമരം, ഇതിൻ്റെയൊക്കെ തൊലിയായിരുന്നു പണ്ട് കാലങ്ങളിൽ അവർ ഡ്രസ്സിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉണങ്ങി താഴെ വീഴുന്ന ആ ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന തൊലി അത് പ്രോസസ്സ് ചെയ്തെടുത്തിട്ടായിരുന്നു അവർ പണ്ട് കാലങ്ങളിൽ ഡ്രസ്സിന് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സഹജീവികളെ മരങ്ങളെ എല്ലാം ജീവനുള്ളതാണ്. അപ്പോൾ മരങ്ങളെ വേദനിപ്പിക്കുന്നില്ല, മൃഗങ്ങളെ വേദനിപ്പിക്കുന്നില്ല, ഒന്നിനെയും വേദനിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പരിസ്ഥിതിയോടുള്ള സ്നേഹവും അനുകമ്പയും എല്ലാം അതിന് നമ്മൾ എടുത്തു പറയേണ്ട ഉദാഹരണങ്ങളാണ്. ഇപ്പോഴത്തെ സന്യാസിമാരെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, പണ്ടുള്ള സന്യാസിമാരെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കാരണം സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട വസ്ത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ മരവുരി അല്ലെങ്കിൽ ആറാഞ്ഞിലി എന്ന് പറയുന്ന ഈ ഒരു മരത്തിൻ്റെ തൊലി എന്ന് പറയുന്നത്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു മരമാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ ഒരു മരവുരിയുടെ തൊലിയായിരുന്നു പണ്ട് കാലത്തെ ഡ്രസ്സിനായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ തൊലി ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് ചതച്ചെടുക്കും. അത് ഉണങ്ങി വീഴുന്ന മരങ്ങളിൽ നിന്ന് ആ തൊലി കട്ട് ചെയ്തെടുത്ത് ചതച്ചെടുത്തിട്ട് അതിൻ്റെ പുറംതൊലി കളഞ്ഞതിന് ശേഷം ആ ഒരു അകത്തുണ്ടാവുന്നത് നാര്, ആ നാര് അവർ വെള്ളത്തിലിട്ട് ദിവസങ്ങളോളം കുതിർക്കാൻ വച്ചതിന് ശേഷം അത് കുതിർത്ത് സോഫ്റ്റായി കഴിഞ്ഞിട്ട് അതാണ് ഡ്രസ്സിനായിട്ട് അവർ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ മരത്തിൻ്റെ തൊലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് അങ്ങനെ തന്നെയല്ല നമുക്ക് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു മരത്തിൻ്റെ തൊലി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുണ്ടാവുന്ന ലാറ്റക്സ് ഒരു കറയുണ്ട്. നമ്മൾ റബ്ബർ കട്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവുന്ന ഒരു കറ. ആ കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വിഷമുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അത് ശുദ്ധി വരുത്തി അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ പണ്ട് ഡ്രസ്സിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ ഒരു കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമിടിപ്പിനെ വരെ താളം തെറ്റിക്കാൻ, അല്ലെങ്കിൽ അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിന് വരെ കാരണമാകാൻ സാധിക്കുന്ന ഒരു കറയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി ചുമ്മാ ചെത്തിയെടുത്ത്, നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ മരം നിൽപ്പുണ്ടെങ്കിൽ പിള്ളേരത് കാണുമ്പോൾ ജസ്റ്റ് തൊലി ചെത്തിയെടുത്ത് അതിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ പോയാൽ മതി, അത് നമുക്ക് ജീവന് തന്നെ ആപത്താണ്. അപ്പോൾ അതുകൊണ്ട് കാരണം നമ്മുടെ ഇവിടെയെങ്കിലും ഈ മരം ഇല്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, കാരണം ഓരോ മരത്തിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. ചില മരത്തിന് ചില രീതിയിലുള്ള വിഷാംശങ്ങൾ ഉണ്ടാവും. നമ്മൾ ആയുർവേദത്തിലൊക്കെ ഇതിന് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ കായും ഇലയും ഒക്കെ നമ്മൾ ആയുർവേദത്തിൽ ചെറിയ തോതിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും ഉപയോഗിക്കുക. നമുക്ക് ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ജീവന് തന്നെ ആപത്ത് വരുന്ന ഒന്നാണ്. മരവുരി എന്ന് പറയുന്നത് നമ്മുടെ ഈ വൃക്ഷമുണ്ടല്ലോ, നമ്മളെ പൂർവികരുമായിട്ട് ഒരുപാട് അടുത്ത് ബന്ധം പുലർത്തുന്ന ഒന്നാണ്. കാരണം ഇത് നമ്മുടെ പശ്ചിമഘട്ട മേഖലകളിലാണ്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പശ്ചിമഘട്ട മലനിരകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ മരം കാണപ്പെടുന്നത്. ഈ മരം അത്യാവശ്യം നല്ല രീതിയിൽ സൈസ്, നല്ല വണ്ണം വയ്ക്കുന്ന മരമാണ്. വണ്ണം വെച്ചതിന് ശേഷം അത് നമ്മൾ ഉണങ്ങി വീണതിന് ശേഷമാണ് നമ്മുടെ സന്യാസി വര്യന്മാരൊക്കെ ഇതിൽ നിന്നും തൊലിയൊക്കെ ചെത്തിയെടുക്കുന്നത്. അത്രത്തോളം പോലും നമ്മുടെ മൃഗങ്ങളെയോ മനുഷ്യനെയോ ഭൂമിയെയോ അല്ലെങ്കിൽ മരങ്ങളെയോ ഒന്നും ദ്രോഹിക്കാത്ത ആൾക്കാരായിരുന്നു പണ്ടത്തെ സന്യാസിമാർ. മരവുരി എന്ന് പറയുന്ന ഈ വൃക്ഷം നമ്മുടെ പുരാണവുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ മലേഷ്യ പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, മലേഷ്യയിൽ പണ്ടത്തെ ഗോത്രവർഗ്ഗക്കാർ അവർ യുദ്ധത്തിനായിട്ടും അതേപോലെ നായാട്ടിനൊക്കെ ആയിട്ടും ഈ മരത്തിൻ്റെ കറ അമ്പിൻ്റെ ഈ ഒരു എൻഡിങ്ങിൽ പുരട്ടിയിട്ട് ആണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇരയുടെ രക്തത്തിലേക്ക് ഈ ഒരു കറ കളന്ന് കളയുമ്പോഴത്തേക്കും പെട്ടെന്ന് മരണപ്പെടുക. അപ്പം നമ്മൾ യുദ്ധത്തിനായാലും നമ്മളെ നായാട്ടിനായാലും അവർ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതായിരുന്നു. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായ വിശ്വാസങ്ങളുണ്ട്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങിയാൽ പോലും മരണപ്പെടും. കാരണം അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഗന്ധത്തിന് പോലും മരണം വരാനുള്ള ഒരു സാധ്യത, മരണത്തെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷം അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തി അങ്ങനെയല്ല, അതിൻ്റെ കറ ഉള്ളിൽ ചെന്നാൽ മാത്രമാണ് മരണം സംഭവിക്കുക എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ടു. പക്ഷെ പണ്ട് കാലങ്ങളിലുള്ള അവരുടെ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു. രാമായണത്തിൽ നമ്മുടെ മരവുരിയെ കൂടുതലായിട്ട് എടുത്തു പറയുന്നത് നമ്മുടെ ശ്രീരാമ ഭഗവാനും അതേപോലെ സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൊട്ടാരത്തിൽ നിന്നും വനവാസത്തിന് പോയൊരു സമയം. അവർ സന്യാസ ജീവിതത്തിന് 14 വർഷം കാട്ടിൽ താമസിക്കുന്ന സമയത്തും അവരുപയോഗിച്ചു ഇരുന്നത്, കാരണം കൊട്ടാര ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആർഭാടത്തോടെ ജീവിച്ചിരുന്ന അവരുടെ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയ സമയത്ത്
ഈ ഒരു മരവുരിയുടെ തൊലിയായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ, പണ്ട് കാലത്തെ ആളുകളും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. കാരണം അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സിന് പോലും അവർ മറ്റു മരങ്ങളെയോ പരിസ്ഥിതിയെയോ അതേപോലെ തന്നെ മൃഗങ്ങളെയോ ഒന്നും ദ്രോഹിക്കാതെ വളരെ സൗഹാർദ്ദപരമായിട്ടൊരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. കാരണം അവർക്ക് അത്രത്തോളം പ്രകൃതിയോട് സ്നേഹം ഉണ്ടായിരുന്നു അന്നത്തെ സന്യാസി വര്യന്മാർക്ക്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ മരത്തെക്കുറിച്ചാണ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സന്യാസി വര്യന്മാർ ഡ്രസ്സിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു മരം കണ്ടിട്ടില്ലാത്തവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണം തോന്നി. ആ മരത്തിൻ്റെ പേര് ഇതേ മരവുരി, ആറാഞ്ഞിലി, ആറാന്തൽ, അങ്ങനെ ചിലപ്പെട്ട മരം, അങ്ങനെ കുറേ പേരുകളിൽ പല സ്ഥലത്തും പല പേരുകളിലാണ്, ഉപാസ് ട്രീ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു വൃക്ഷമാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇത് ഇത്രത്തോളം അല്ല, ഇത് വെച്ചിട്ട് അധികമായിട്ടില്ല, അത്യാവശ്യം നല്ല സൈസിൽ വണ്ണം വയ്ക്കുന്ന മരമാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എവിടെയെങ്കിലും കണ്ട് പരിചയം ഉണ്ടെങ്കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.